എടപ്പാൾ നടുവട്ടം യുവ സാംസ്കാരിക സംഘടനയുടെ നേതൃത്വത്തിൽ ട്രാഫിക് നിയമ ലഹരിവിരുദ്ധ പോസ്റ്റർ പ്രദർശനവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. എടപ്പാൾ നടുവട്ടം യുവ സാംസ്കാരിക സംഘടനയുടെ ആഭിമുഖ്യത്തിൽ അകാലത്തിൽ വിട്ടുപിരിഞ്ഞ യുവ സാംസ്കാരിക സംഘടനയുടെ സജീവ പ്രവർത്തകൻ അലിഭായുടെ ഓർമ്മ ദിനത്തിന്റെ ഭാഗമായി നടുവട്ടം സെന്ററിൽ ട്രാഫിക് നിയമ ലഹരിവിരുദ്ധ പോസ്റ്റർ പ്രദർശനവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി ലഹരിവിരുദ്ധ കയ്യൊപ്പും പ്രതിജ്ഞയും നടന്നു. ട്രാഫിക് നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ വിവരിക്കുന്നതുമായ 200-ലധികം പോസ്റ്ററുകൾ പരിപാടിയിൽ പ്രദർശിപ്പിച്ചു. പരിപാടി യുവ സാംസ്കാരിക സംഘടനാ പ്രസിഡന്റ് UV റിയാസിന്റെ അധ്യക്ഷതയിൽ വട്ടംകുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല സജീബ് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ വാർഡിലാണ്, നടുവട്ടം വാർഡിലെ എന്റെ വാർഡിലാണ് അലിബായി താമസിക്കുന്നത്. അത് പ്രോപ്പറായിട്ടുള്ള സ്ഥലം കുട്ടിക്കാല എന്നെങ്കിലും അവൻ താമസിക്കുന്നത് നമ്മുടെ വാർഡിലാണ്. അവന്റെ പെട്ടെന്നുള്ള മരണം ഒരു പുലർച്ചെയാണ് അവന്റെ മരണം ഉണ്ടായിട്ടുള്ളത്. നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ വളരെയധികം വിഷമിച്ച ഒരു അവസ്ഥയായിരുന്നു. 2 ബൈക്കുകൾ കൂട്ടിയിടിച്ചാണ് അവന്റെ മരണം ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, വർദ്ധിച്ചു വരുന്ന ട്രാഫിക് വിരുദ്ധ നിയമങ്ങളാണ് കുട്ടികൾ കയ്യിലെടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കോളേജ് സ്കൂൾ തലത്തിലുള്ള മക്കളിലാണ് ഇത് കൊണ്ടിരിക്കുന്നത്. മുതിർന്നവരിലാകട്ടെ അശ്രദ്ധ മൂലം ഫോൺ ഉപയോഗം, അതുപോലെ ലഹരി ഉപയോഗം, അതുപോലെ പിന്നെ നമ്മുടെ ട്രാഫിക് കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ടെങ്കിലും അത് കുഴപ്പമില്ല എന്നുള്ള ഒരു അനാസ്ഥ, ഇതുമൂലമാണ് നമ്മുടെ റോഡുകളിൽ നമ്മുടെ അപകടങ്ങൾ കൂടുതലും കണ്ടുകൊണ്ടിരിക്കുന്നത്. നിയമം കയ്യിലെടുത്ത് പോകുന്ന ആളുകൾക്ക് പോലും നിയമവിരുദ്ധരുടെ ഉപദ്രവത്താൽ അപകടമരണങ്ങൾ സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വാർഡ് മെമ്പർ കഴുങ്കിൽ മജീദ് ആശംസ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസിന് എക്സൈസ് പ്രിവന്റീവ് ഓഫീസറും വിമുക്തി കോർഡിനേറ്ററും കൂടിയായ PP പ്രമോദ് നേതൃത്വം നൽകി. യുവ സാംസ്കാരിക സംഘടന ജനറൽ സെക്രട്ടറി ജുനൈദ് നടുവട്ടം സ്വാഗതം പറഞ്ഞ ചടങ്ങിന് യുവ സാംസ്കാരിക സംഘടന രക്ഷാധികാരി KV സഗീർ നന്ദി പറഞ്ഞു. NCV ന്യൂസ് എടപ്പാൾ.